ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഡിഗ്രി പ്രിലിംസിന് 80 ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ എങ്ങനെ പഠിച്ചാൽ നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് പറ്റും, അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് വർക്കൗട്ട് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാളെ എൻ്റെ ഒരു പെയ്ഡ് ബാച്ചിലേക്കുള്ള ഇൻവിറ്റേഷനോ ഓഫ്ലൈൻ സെൻറ്ററിലേക്കുള്ള ഇൻവിറ്റേഷനോ ഒന്നുമല്ല, ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. കാരണം PSC പഠിക്കുന്ന ഒത്തിരി ഉദ്യോഗാർത്ഥികളുണ്ട്. അവർക്ക് കാശ് മുടക്കി പഠിക്കാനായിട്ടൊരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് മാത്രം പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച ഒത്തിരി ആളുകൾ, അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു പ്രൊഡക്റ്റീവ് സ്റ്റഡിയിലൂടെ എങ്ങനെ നമുക്ക് ഡിഗ്രി പ്രിലിംസ് പാസ്സാവാം എന്നതിനെക്കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ മൊത്തമായിട്ട് കാണുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. അതായത് നിലവിൽ 2022 മുതൽ 2025 വരെ നടന്ന ഡിഗ്രി പ്രിലിംസിൻ്റെ എക്സാമുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ 3 സ്റ്റേജുകളായിട്ടാണ് ഓരോ എക്സാമുകളും നടന്നത്. 2022 3 സ്റ്റേജ് ആയിരുന്നു, 2023 3 സ്റ്റേജുകളായിട്ടാണ് നടന്നത്, 2024 3 സ്റ്റേജിലാണ് നിലവിൽ എക്സാം നടന്നത്. ഈ എക്സാമുകളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിലൊന്നും 60 മാർക്കിന് മുകളിലേക്ക് ഒരു കട്ട് ഓഫിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. അപ്പോൾ കട്ട് ഓഫ് കടന്നില്ല എന്ന് കരുതി, അതായത് 60-ന് മുകളിലേക്ക് കടന്നില്ല എന്ന് കരുതി എക്സാം ടഫ് അല്ല എന്നല്ല. എക്സാമും അത്യാവശ്യം നല്ല ലെവലിലുള്ള എക്സാം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതൊക്കെയായിരുന്നു ആ ചോദ്യങ്ങൾ എന്നുള്ളതിനെക്കുറിച്ചും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. ഓക്കെ, അതിക്ക് മുന്നേ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഡിഗ്രി ലെവൽ PYQs നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ 2022 to 2025 35 PYQ ആണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ 35 PYQ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഓരോ PYQവും അതിൻ്റെ കൂടെ 4 ഓപ്ഷൻ ഉണ്ടാവും. അതുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ പഠിച്ച് മുന്നോട്ടേക്ക് പോകേണ്ടത്. അതേപോലെ തന്നെ 12th അതേപോലെ തന്നെ 10th ലെവൽ എക്സാംസ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 40 PYQ ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ മൊത്തം 75 PYQs ആണ് നമുക്ക് 2022 to 2025 വരെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കടന്ന നമ്മുടെ 10th പ്രിലിംസ് വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 75 ചോദ്യ പേപ്പറുകളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. മക്കളെ, നിങ്ങളൊരു കാര്യം ഓർക്കണം. ഈ 75 ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുമ്പോൾ നമുക്ക് 75 അതായത് 75 ക്വസ്റ്റ്യൻ പേപ്പറിൽ 100 ചോദ്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ 750 ചോദ്യങ്ങൾ കിട്ടും. അങ്ങനെ നമ്മൾ 750 × 4, അതായത് 4 ഓപ്ഷനും കൂടി നമ്മൾ പഠിക്കുമ്പോൾ ഏകദേശം നമ്മൾ ഒരു 3000 ചോദ്യത്തോളം ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന 75 ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്നും പഠിച്ച് സെറ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ. കാരണം 80 ദിവസമാണ് നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ദിവസം, അതായത് നമ്മുടെ തന്നെ ചാനലിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഹോട്ട് ടോപ്പിക്സ് നിങ്ങൾക്ക് തരുന്നുണ്ട്. ആ ഹോട്ട് ടോപ്പിക്സ് നമ്മൾ ഇനിയുള്ള 40 ദിവസത്തിനുള്ളിൽ അത് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷമാണ് ഈ പറയുന്ന ഏകദേശം വരുന്ന 35 PYQ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഓപ്ഷൻസ്, അതായത് 4 ഓപ്ഷൻസ് ഉൾപ്പെടെ സെറ്റ് ചെയ്ത് പഠിച്ചു പോകുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു പോകുമ്പോൾ നമ്മൾ ഏകദേശം എന്താണ് ഈ പറയുന്ന 3000 അല്ലെങ്കിൽ എന്താണ് 4000-ഓളം ഫാക്റ്റുകളാണ് അതിൻ്റെ കൂടെ നമ്മൾ പഠിച്ച് കംപ്ലീറ്റ് ആവുന്നത്. അതായത് ഓൾ ഇൻ ഓൾ ഓൾറെഡി നമ്മൾ ഈ പറയുന്ന 75 ഹോട്ട് ടോപ്പിക്സ്, അതേപോലെ തന്നെ 100 ഹോട്ട് ടോപ്പിക്സ്, അങ്ങനെയുള്ള ഹോട്ട് ടോപ്പിക്സുകൾ നമ്മൾ കംപ്ലീറ്റ് ആവുമ്പോൾ തന്നെ നമ്മളൊരു റാങ്ക് ഫയലിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSC ചോദിച്ച എല്ലാ ചോദ്യങ്ങളിലൂടെയും നമ്മൾ കംപ്ലീറ്റ് ആയിട്ടാണ് പോകുന്നത്. അതിനുശേഷമാണ് ഇത്രയും ചോദ്യങ്ങളിലൂടെയുള്ള ഒരു റിവിഷൻ കൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഈ 4 ഓപ്ഷൻസ് നമ്മൾ പഠിക്കുമ്പോൾ എക്സ്പ്ലനേഷനിൽ നമ്മൾ SCRT ഫാക്ട് പഠിക്കും, അതേപോലെ തന്നെ NCRT ഫാക്ട് പഠിക്കും. ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ തന്നെയായിരിക്കും നമ്മുടെ ഈ പറയുന്ന PYQ ഡിസ്കഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 ഓപ്ഷൻ ഉൾപ്പെടെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോകുമ്പോൾ എല്ലാ ചോദ്യങ്ങളിലൂടെയും, അതായത് അതിൻ്റെ അകത്ത് നമ്മൾ ഈ പറയുന്ന ഇംഗ്ലീഷ് പഠിക്കും, മാത്സ് പഠിക്കും, അതേപോലെ തന്നെ മലയാളം പഠിക്കും, അതേപോലെ സയൻസ് സബ്ജക്റ്റുകളെല്ലാം പഠിക്കും, ഹിസ്റ്ററി, ജോഗ്രഫി, അങ്ങനെ എല്ലാ സബ്ജക്റ്റുകളും 10 സബ്ജക്റ്റുകളുടെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSC ഏറ്റവും റീസെൻ്റ് ആയിട്ട് ചോദിച്ച എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തായിട്ടും ഈ ഒരു സെഷനിൽ നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, 4 ഓപ്ഷൻസ് ഉൾപ്പെടെയാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. ഇതിനപ്പുറത്തേക്ക് ഇനി എന്ത് ചെയ്യാനില്ല, നമുക്ക് പഠിക്കാനില്ല.
കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഈ 2022 ടു 2024 വരെ നടന്ന പ്രിലിംസ് എക്സാമുകൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും എന്താണ് നിലവിൽ വരുന്ന കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് എന്താണ് 50-ൽ താഴെ വരുന്ന കട്ട് ഓഫ് മാർക്കുകളാണ്. നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പറുകൾ അതേപോലെ തന്നെ ഇത്രയും ഹോട്ട് ടോപ്പിക്സുകൾ ഇന്ന് ഏകദേശം 54 ഹോട്ട് ടോപ്പിക്സുകളാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ചാനലിൽ കിടക്കുന്നത്. അത് ഓരോന്നും കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ തീർക്കുന്നു. അതിൻ്റെ കൂടെ ഇത്രയും PYQും ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന പ്രിലിംസിന് 60 മാർക്കിന് മുകളിലേക്ക് വാങ്ങാനായിട്ട് പറ്റത്തില്ല? കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ LDCയുടെ സമയത്ത് നമ്മൾ 75 ഹോട്ട് ടോപ്പിക്സ് കംപ്ലീറ്റ് ആക്കി തുടക്കം മുതൽ അവസാനം വരെ കൂടെ നിന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇന്ന് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവർ വെറും 6, 7, 8 മാസങ്ങൾ മാത്രമാണ് ഈ പറയുന്ന നമ്മുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ, അതേപോലെ തന്നെ പഠിക്കാനുണ്ടായിരുന്നു. പക്ഷെ പറഞ്ഞ കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് അവർ പഠിച്ചു, അതേപോലെ തന്നെ അവരത് റിവിഷൻ ചെയ്തു. LDC റാപ്പിഡ് റിവിഷൻ എന്ന് പറയുന്ന ആ ക്വസ്റ്റ്യൻ പേപ്പർ സെക്ഷൻ ഫുൾ അവർ വർക്കൗട്ട് ചെയ്തു. അങ്ങനെ ഓരോന്നും കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് അത്രയും നല്ലൊരു റിസൾട്ടിലേക്ക് അവർക്ക് എത്താനായിട്ട് പറ്റി. സെയിം അപ്രോച്ചാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഹോട്ട് ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യുന്നു, അതിൻ്റെ കൂടെ PYQs നമ്മൾ ഡിഗ്രി ലെവലായിട്ടുള്ള ഏകദേശം 35 PYQ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കംപ്ലീറ്റ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ തന്നെ ഈ പറയുന്ന 10th-ഉം 12th-ഉം അത് നമ്മൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ നിലവിൽ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ്സുകൾ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തേക്കും ഈ ഒരു സെഷൻ വളരെയധികം ഉപകാരപ്പെടും. 40 PYQ നമ്മൾ എന്ത് ചെയ്യും, അതിനകത്ത് സെറ്റ് ചെയ്യും. അങ്ങനെ 75 PYQ വിത്ത് എക്സ്പ്ലനേഷൻ ഏകദേശം 4000 ഫാക്റ്റാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ ഉദ്യോഗാർത്ഥിയും പഠിച്ച് സെറ്റായിട്ട് പോകുന്നത്. ഇതൊന്നും നമ്മൾ വെറുതെ കണ്ടോ അല്ലെങ്കിൽ വെറുതെ നമ്മൾ വായിച്ചല്ല പോകുന്നത്. ഇതെന്താന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് അത് മനസ്സിലാക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു 60 മാർക്ക് മുകളിലേക്ക് എത്താനായിട്ട് പറ്റും. അത് മതി മക്കളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട്, ഡിഗ്രി പ്രിലിംസ് പാസ്സാവാനായിട്ട്. ഡിഗ്രി പ്രിലിംസ് പാസ്സാവാൻ എന്നാണ് ഞാൻ പറയുന്നത്, അല്ലാതെ മെയിൻസ് എന്ന് പറയുന്നില്ല. ഡിഗ്രി പ്രിലിംസിൻ്റെ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഈ ഒരു ഇത്രയും കാര്യങ്ങൾ സെറ്റായിട്ട് പഠിച്ച ഉദ്യോഗാർത്ഥിയാണെങ്കിൽ, അതായത് ഈ പറയുന്ന 35 PYQ, 40 PYQ 10th, അതേപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞ ഹോട്ട് ടോപ്പിക്സുകളും കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വന്നിരിക്കും. ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ടും വേണ്ട. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഒത്തിരി ഉദ്യോഗാർത്ഥികൾ പറഞ്ഞാണ് ഇത് ഡിഗ്രി പ്രിലിംസിൻ്റെ കോമൺ പ്രിലിംസ് എക്സാമിൻ്റെ സ്റ്റേജിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു ഭാഗത്ത് ഫുള്ള് നിങ്ങൾക്ക് വരുന്നത് ഇംഗ്ലീഷിലായിരിക്കും. പല ഉദ്യോഗാർത്ഥികളും നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്, സാറേ ലാംഗ്വേജ് ഇംഗ്ലീഷും മലയാളം ഉണ്ടാവത്തില്ലേ, അപ്പോൾ അങ്ങനെ ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കുക, ക്വസ്റ്റ്യൻ പേപ്പറാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇത് കോമൺ പ്രിലിംസ് എക്സാം ആണ്, അതായത് സ്റ്റേജ് 1-ൽ നടന്നത് 2024. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, അതായത് ഒരു സൈഡിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഉണ്ടാവും, ഒരു സൈഡിൽ നിങ്ങൾക്ക് എന്താണ് മലയാളത്തിലും ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ആലോചിച്ച് ആരും ടെൻഷൻ അടിക്കേണ്ട. 2 ലാംഗ്വേജസിലും നിങ്ങൾക്ക് എന്താണ് നിലവിൽ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ചോദ്യങ്ങളും എടുത്ത് ആ ചോദ്യത്തിന്റെ 4 ഓപ്ഷനുകളും നമ്മൾ എന്താന്നുള്ളത് മനസ്സിലാക്കി പഠിച്ചാണ് പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിനുശേഷം നമ്മൾ തീരുമാനിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തീരുമാനിക്കുക ഇത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അതായത് നമുക്ക് പഠിക്കാനുള്ളത് ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അതായത് ഒന്നാമത്തെ ചോദ്യമാണ്, 2022 ജനുവരി 21-ന് 3 സംസ്ഥാനങ്ങൾ അവരുടെ 50-ാം സംസ്ഥാന ദിനം ആചരിച്ചു. താഴെ പറയുന്നവയിൽ ഏതാണ് ഈ 3-ൽ ഒന്നല്ല? ഓക്കെ, അപ്പോൾ ഈ പറയുന്ന സംസ്ഥാനങ്ങളാണ് 2022 ജനുവരി 21-ന് ഇതിൻ്റെ അകത്ത് ഏതോ 3 സംസ്ഥാനങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, 50-ാം സംസ്ഥാന ദിനം ആചരിച്ചു. 3 എണ്ണം ആചരിച്ചു, പക്ഷെ ഒരെണ്ണം മാത്രം എന്ത് ചെയ്തിട്ടില്ല, ഇതിൻ്റെ അകത്ത് ആചരിച്ചിട്ടില്ല. ആ ആചരിക്കാത്ത സംസ്ഥാനം ഏതാണ് എന്നുള്ളത് ഇതിൽ നിന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് പറയുന്നത്. ഓൺ 21st January 2022, 3 states observed the 15th statehood day, which is not one amongst these there 3 എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതാണെന്നുള്ളതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ മണിപ്പൂർ, മേഘാലയ, നാഗാലാൻഡ്, ത്രിപുര, ഇതാണ് നമ്മുടെ
4 ഓപ്ഷൻ എന്ന് പറയുന്നത് ഒട്ടുമിക്ക ഉദ്യോഗാർത്ഥികളുടെ അടുത്തും നമ്മൾ കഴിഞ്ഞ LDC പഠിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് ക്ലീൻ ആയിട്ട് പഠിച്ച് വിത്ത് കോഡ് ഉൾപ്പെടെ പോയതാണ്. അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് നോക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ റിപ്പീറ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞൊരു സംഭവമാണ് ഈ പ്രാവശ്യം. ഇത് 2024 ഡിഗ്രി പ്രിലിംസ് സ്റ്റേജ് 1 ചോദിച്ച ചോദ്യമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണെന്നുള്ളത് കുറേ പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഏതാണ്? മണിപ്പൂര്, മേഘാലയ, നാഗാലാൻഡ്, ത്രിപുര. ഇതിൽ 3 എണ്ണമാണ് എന്ത് ചെയ്തിട്ടത്, നിലവിൽ 50ാം സംസ്ഥാന ദിനം ആചരിച്ചത് 3 എണ്ണം ഉണ്ട്. ഒരെണ്ണം ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്തിട്ടില്ല, ആചരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഏതാണ് ഇതിൻ്റെ അകത്ത് ആചരിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? നാഗാലാൻഡ് സംസ്ഥാനമാണ് എന്ത് ചെയ്യാത്തത്, നിലവിൽ ഈ 50ാം സംസ്ഥാന ദിനം ആചരിക്കാത്ത സംസ്ഥാനം ചോദിച്ചാൽ അത് നാഗാലാൻഡാണ്. അപ്പോൾ ഓപ്ഷനിൽ മണിപ്പൂർ ഉണ്ട്, മേഘാലയ ഉണ്ട്, ത്രിപുരയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നാഗാലാൻഡ് മാത്രമാണ് എന്ത് ചെയ്യാത്തത്, 50ാം സംസ്ഥാന ദിനം ആചരിക്കാത്തത്. ബാക്കി 3ഉം മണിപ്പൂറും മേഘാലയയും ത്രിപുരയും എന്ത് ചെയ്തിട്ടുണ്ട്, 50ാം ദിനം ആചരിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം അതിന്റെ ബാക്കി ഫാക്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത്. ഇതാണ് നിലവിലെ മേഘാലയ, അതേപോലെ തന്നെ ത്രിപുര, മണിപ്പൂർ. ഓക്കെ, ഈ 3 സംസ്ഥാനങ്ങൾ നിലവിൽ എന്നാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1972 മണിപ്പൂർ, മേഘാലയ, ത്രിപുര സ്റ്റേറ്റ് സെലിബ്രേറ്റ് ദെയർ ഫൗണ്ടേഷൻ ഡേയ്സ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം അതിൻ്റെ അകത്ത് ഏത് സംസ്ഥാനമാണ് നിലവിൽ ആചരിക്കാത്തതെന്ന് പറഞ്ഞു. അതാണ് നമ്മുടെ ഈ കാണുന്ന നാഗാലാൻഡ് സംസ്ഥാനം മാത്രമാണ് നിലവിൽ എന്ത് ചെയ്യാത്തത്, ഈ പറയുന്ന ആ ഒരു 50ാം ദിനം ആചരിക്കാത്ത സംസ്ഥാനം എന്ന് പറയുന്നത്. മക്കളെ, ഇതിൻ്റെ ഒരു കോഡ് നമ്മൾ അന്ന് LDCയുടെ സമയത്ത് പറഞ്ഞതാണ്. അതായത് ത്രിമണി മേഘം 72 എന്ന് ഓർത്താൽ മതി. ഓക്കെ, ത്രിമണി മേഘം 72, ത്രിമണി മേഘം 72. അപ്പോൾ ത്രിപുര, അതേപോലെ തന്നെ മണിപ്പൂർ, മേഘാലയ എന്നീ 3 സംസ്ഥാനങ്ങൾ നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1972 ജനുവരി 1 ത്രിമണി മേഘം 72 എന്ന് ഓർത്താൽ മതി. ത്രിമണി മേഘം 72, ത്രിമണി മേഘം 72. അപ്പോൾ ത്രിപുര, അതേപോലെ തന്നെ മണിപ്പൂർ, മേഘാലയ എന്നീ സംസ്ഥാനങ്ങൾ നിലവിൽ വന്നത് 1972 ജനുവരി 1 ഓർത്തു വയ്ക്കുക. ത്രിമണി മേഘം 72. അപ്പോൾ 1972 ജനുവരി 1 ത്രിമണി മേഘം. അപ്പോൾ ത്രിപുര, അതേപോലെ തന്നെ ഏതാണ്, മണിപ്പൂർ, അതേപോലെ തന്നെ മേഘാലയ വന്നത് 1972. അപ്പോൾ വരാത്ത സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ കിടക്കുന്ന നാഗാലാൻഡ് സംസ്ഥാനമാണ് നിലവിൽ എന്ത് ചെയ്യാത്തത്, ഈ പറയുന്ന 1972 ആ സംസ്ഥാനം വന്നത്. അതെന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് നമ്മൾ ഒത്തിരി അധികം എന്താണ് കോഡ് ഉണ്ടാക്കി പറഞ്ഞു LD സമയത്ത്. അപ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോഡായിരുന്നു. ആ കോഡാണിത്. എന്തെന്ന് പറയുന്നത്, 63 നാഗത്തെ തിന്നാൻ മയിൽ തുമ്പയിൽ പോയി. എന്താണ്? 63 നാഗത്തെ തിന്നാൻ മയിൽ തുമ്പയിൽ പോയി എന്ന് പറയുന്ന കോഡ്. അപ്പോൾ എന്നാണ് നാഗാലാൻഡ് സംസ്ഥാനം രൂപീകൃതമായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ്? 1963 ഡിസംബർ 1 ഏത് നാഗാലാൻഡ് സംസ്ഥാനം നിലവിൽ വന്നത്. അപ്പോൾ നാഗാലാൻഡ് സംസ്ഥാനം നിലവിൽ വന്നത് എന്നാണ് മക്കളെ? 1963 ഡിസംബർ 1 നാഗാലാൻഡ് സംസ്ഥാനം നിലവിൽ വന്നത്. അതിന്റെ കോഡാണ് എന്ത്? 63 നാഗത്തെ തിന്നാൻ മയിൽ തുമ്പയിൽ പോയി എന്ന് പറയുന്ന കോഡ്. ഈ ഒരു കോഡ് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. നാഗാലാൻഡ് സംസ്ഥാനം നിലവിൽ വന്നത് 1963 ഡിസംബർ 1. അതേപോലെ തന്നെ നാഗത്തെ തിന്നാൻ മയിൽ, ഇന്ത്യയുടെ ദേശീയ പക്ഷിയായിട്ട് മയിലിനെ അംഗീകരിച്ചത് ഏത് വർഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? 1963 ദേശീയ പക്ഷിയായിട്ട് മയിൽ വന്നത്. അത് 1963. അതേപോലെ തന്നെ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വന്ന വർഷം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവും 1963. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കോഡ് ഉണ്ടാക്കിയത്. 63 നാഗത്തെ തിന്നാൻ മയിൽ തുമ്പയിൽ പോയി എന്ന് പറയുന്ന ഒരു കോഡ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കോഡാണ്. ചിലപ്പോൾ നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ ഇപ്പോൾ ചിരിക്കുന്നുണ്ടാവും, എന്തുട്ട് കോഡാന്നൊക്കെ വിചാരിച്ച. പക്ഷേ എക്സാമിന്റെ ടൈമിൽ നിങ്ങൾക്ക് ഓർമ്മയിൽ വന്നെങ്കിൽ ഇങ്ങനെയുള്ള കോഡുകൾ മാത്രമാണ് ഉപകാരപ്പെടുത്തുള്ളൂ. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിൾ ആണ്. ഒന്നാമത്തെ കോഡ് നമ്മൾ പറഞ്ഞു എന്തായിരുന്നു? ത്രിമണി മേഘം 72, ത്രിമണി മേഘം 72. അപ്പോൾ ത്രിപുര, മണിപ്പൂർ, മേഘാലയ ഈ സംസ്ഥാനങ്ങൾ നിലവിൽ വന്നത് 1972 ജനുവരി 1 മക്കളെ ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഏതെന്ന് പറയുന്നത്, ഈ പറയുന്ന 63 നാഗത്തെ തിന്നാൻ മയിൽ തുമ്പയിൽ പോയി. അതിന്റെ കോഡും നമ്മൾ നോക്കുമ്പോൾ എന്താണ്? ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി മയിലിനെ അംഗീകരിച്ചത് 1963. നാഗാലാൻഡ് സംസ്ഥാനം രൂപീകൃതമായത് 1963 ഡിസംബർ 1. അതേപോലെ തന്നെ
തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വന്ന വർഷം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ അതും 1963 ഓർത്തു വയ്ക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന 4 ഓപ്ഷനുകൾ എന്താന്നുള്ളത് മനസ്സിലാക്കി തന്നെയാണ് പഠിച്ചു പോയത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇങ്ങനെ നമ്മൾ ഓരോ ചോദ്യങ്ങളും എടുത്ത് അതിൻ്റെ 4 ഓപ്ഷനുകളും എന്താണെന്നുള്ളത് മനസ്സിലാക്കി പഠിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യണ്ട, ആ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കണ്ട. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന 35 ചോദ്യ പേപ്പറുകളും അതേപോലെ തന്നെ 10th 12th ലെവൽ വരുന്ന 40ഓളം ചോദ്യ പേപ്പറുകളും ഡിസ്കസ് ചെയ്തു പോകുന്നത്. ഇതിനപ്പുറത്തേക്ക് മക്കളെ നിങ്ങൾ ഒന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്തിരിക്കും, ഈ പറയുന്ന ഡിഗ്രി പ്രിലിംസ് പാസ്സായിട്ടിരിക്കും. ഓക്കെ, ഇനി ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലായി എന്ന് കരുതുന്നു. അതായത് ഇവിടെയാണ് മേഘാലയ, ത്രിപുര, മണിപ്പൂര്, നാഗാലാൻഡ് നമ്മൾ ഇവിടെയാണെന്നുള്ളതും പറഞ്ഞു, 1963 പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ സെറ്റാണ് എന്ന് തന്നെ കരുതുന്നു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSC ചോദിക്കാറുള്ള 2-3 സ്റ്റേറ്റുകളും അതെന്നാണ് നിലവിൽ വന്നത് എന്നുള്ളതും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് എപ്പോഴും ചോദിക്കാറുള്ള മറ്റു എക്സാമുകളിലും ചോദിച്ചേക്കുന്നതാണ് ഈ പറയുന്ന നമ്മുടെ ഗുജറാത്ത് സംസ്ഥാനം എന്നാണ് നിലവിൽ വന്നതെന്നുള്ളത് ചോദിക്കാറുണ്ട്. അത് 1960 മെയ് 1 ഗുജറാത്ത് സംസ്ഥാനം. ഒരിക്കൽ PSC ചോദിച്ച ചോദ്യമാണ്, ഗുജറാത്ത് എന്നാണ് വന്നത്. അതേപോലെ തന്നെ ഗോവ സംസ്ഥാനം എന്നാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1987 മെയ് 30 ഗോവ സംസ്ഥാനം നിലവിൽ വന്നത്. ഓക്കെ, അതേപോലെ തന്നെ തമിഴ്നാട് എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ 1950 ജനുവരി 26 അതേപോലെ ഉത്തർപ്രദേശ് 1950 പിന്നെ നമുക്കൊരു കോഡുണ്ട് CUJ, കുജ് 2000 എന്ന് നമ്മളൊരു കോഡ് പഠിച്ചായിരുന്നു. കുജ് CUJ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്, അതായത് ഛത്തീസ്ഗഡ്, അതേപോലെ തന്നെ ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ് ഇവയെല്ലാം വന്നത് 2000-ലാണ് വന്നത്. 2000 നവംബർ 9 ഉത്തരാഖണ്ഡ്, അതേപോലെ തന്നെ നമ്മുടെ ഛത്തീസ്ഗഡ് എന്നാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2000 നവംബർ 1 അതേപോലെ തന്നെ ജാർഖണ്ഡ് സംസ്ഥാനം എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2000 നവംബർ 15 അപ്പോൾ CUJ 1915 എന്ന് ഓർത്ത് കഴിഞ്ഞാൽ CUJ കുജ് 2000 നവംബർ 15. അപ്പോൾ CUJ എന്ന് എഴുതുക, അതിൻ്റെ താഴെ സിയുടെ താഴെ 1 എഴുതുക, യുവിൻ്റെ താഴെ എന്ത് ചെയ്യുക, CU 19, അടുത്തത് J 15. ഓക്കെ, അപ്പോൾ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്താണ്, CUJ കുജ് 1915 2000 എന്ന് ഓർത്ത് കഴിഞ്ഞാൽ ഏതൊക്കെയാണ് സംസ്ഥാനങ്ങൾ, ഛത്തീസ്ഗഡ്, അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ഉത്തരാഖണ്ഡ്, അതേപോലെ തന്നെ ജാർഖണ്ഡ്. ഈ 3 സംസ്ഥാനങ്ങൾ വന്നത് 2000-ലാണ് വന്നത്. അതേപോലെ അതിൻ്റെ അകത്ത് ആദ്യം വന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ C ആണ്. ഏത്, ഛത്തീസ്ഗഡ് ആണ് ആദ്യം വന്നത്. ഛത്തീസ്ഗഡ് എവിടെയാണ്, ഛത്തീസ്ഗഡ് CUJ. അപ്പോൾ 2000 നവംബർ 1 ഛത്തീസ്ഗഡ് വന്നത്. രണ്ടാമത് വന്നത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡാണ്. അത് 2000 നവംബർ 9. അതേപോലെ തന്നെ ജാർഖണ്ഡ് എന്നാ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ എന്നാണ് ജാർഖണ്ഡ് വന്നത്, ജാർഖണ്ഡ് 2000 നവംബർ 15. അപ്പോൾ CUJ എന്ന് എഴുതുക, താഴെ 1915 എഴുതുക, വീണ്ടും ഒരു ഹൈഫൻ ഇടുക, 2000 എഴുതുക. അപ്പോൾ 3 സംസ്ഥാനങ്ങൾ വന്നത് നമ്മൾ വീണ്ടും പഠിച്ചു. അപ്പോൾ CUJ 2000 1915. അപ്പോൾ ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ് ഇവ വന്നത് 2000-ലാണ്. ഛത്തീസ്ഗഡ് വന്നത് 2000 നവംബർ 1. അതേപോലെ തന്നെ എന്താണ്, ഉത്തരാഖണ്ഡ് വന്നത് 2000 നവംബർ 9. അടുത്തത് ജാർഖണ്ഡ് വന്നത് 2000 നവംബർ 15 ഓർത്തു വയ്ക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള കോഡാണ്, ഓർത്തു വെച്ച 1 മാർക്ക് നമ്മുടെ കയ്യിലിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. അടുത്തൊരു ചോദ്യം വരുന്നത് ഇങ്ങനെയാണ്, അതായത് വ്യവസായവൽക്കരണത്തിന്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കാനായി 1938 ദേശീയ ആസൂത്രണ സമിതി, അതായത് ആസൂത്രണ കമ്മീഷന്റെ മുൻഗാമി സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് താഴെ പറയുന്നവയിൽ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. മോത്തിലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, BG തിലക്, മൗലാന അബ്ദുൽ കലാം ആസാദ്. ഓക്കെ, അപ്പോൾ ഇത് ഈ 4 ഓപ്ഷനുകളാണ് നമുക്കുള്ളത്. എന്താണ് ചോദ്യമെന്ന് ഒന്നുകൂടി പറയാം. വ്യവസായവൽക്കരണത്തിന്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനായി 1938 ദേശീയ ആസൂത്രണ സമിതി, ആസൂത്രണ കമ്മീഷന്റെ മുൻഗാമി സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ആരാണ് മക്കളെ? നമ്മൾ ഇതൊക്കെ ഓൾറെഡി എന്ത് ചെയ്തേക്കുന്നതാണ്, പഠിച്ചു പോയേക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ പല ആപ്ലിക്കേഷനുകളിലാണെങ്കിലും ക്ലാസ്സുകളിലായാലും നിങ്ങൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്ത് പോയതായിരിക്കും. അപ്പോൾ ഇതിന്റെ ഉത്തരം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഏതാണ് ഉത്തരം?
ആരാണ് ഇതിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഓക്കെ, അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് ആണ് എന്തിന് വ്യവസായവൽക്കരണത്തിന്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനായി 1938 ദേശീയ ആസൂത്രണ സമിതി സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് സുഭാഷ് ചന്ദ്രബോസ് ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, നമുക്കതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് പോകാം. അതായത് നമുക്കറിയാം നേതാജി എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ നമ്മൾ LD എക്സാമിൻ്റെ ടൈമിൽ വളരെ സെറ്റായിട്ട് തന്നെ ചെയ്തു പോയതാണ്. എങ്കിലും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലുള്ള കാര്യങ്ങൾ പറയാം. 1938 ഒക്ടോബറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. നമുക്കറിയാം 1938 ഹരിപുര സമ്മേളനം. ആ ഒരു സമ്മേളനത്തിൽ ദേശീയ ആസൂത്രണ സമിതി സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ദേശീയ ആസൂത്രണ സമിതിയുടെ പ്രധാന ലക്ഷ്യം ഇന്ത്യയിലെ വ്യവസായങ്ങളുടെ പുരോഗതിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ വ്യവസായങ്ങളുടെ പുരോഗതിയായിരുന്നു ദേശീയ ആസൂത്രണ സമിതിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ദേശീയ ആസൂത്രണ സമിതിയിലെ അംഗങ്ങളുടെ എണ്ണം 10 പേരായിരുന്നു ദേശീയ ആസൂത്രണ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ദേശീയ ആസൂത്രണ കമ്മിറ്റിയിലെ അംഗങ്ങൾ എത്ര പേരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പേരായിരുന്നു മക്കളെ? 10 പേരായിരുന്നു ദേശീയ ആസൂത്രണ കമ്മിറ്റിയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ആരൊക്കെയായിരുന്നു ഈ ദേശീയ ആസൂത്രണ കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട അംഗങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 M വിശ്വേശ്വരയ്യ, 2 പുരുഷോത്തം ദാസ് താക്കൂർ ദാസ്, മേഘനാഥ സാഹ, അംബലൽ സാരാഭായ്. അപ്പോൾ ഇത്രയും പേരായിരുന്നു നിലവില് ദേശീയ ആസൂത്രണ കമ്മിറ്റിയിലെ പ്രധാന അംഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദേശീയ ആസൂത്രണ കമ്മിറ്റിയിലെ പ്രധാന അംഗങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ M വിശ്വേശ്വരയ്യ, പുരുഷോത്തം ദാസ് താക്കൂർ ദാസ്, മേഘനാഥ സാഹ, ആംബലൽ സാരാഭായ്. ഇത്രയും പേരായിരുന്നു ദേശീയ ആസൂത്രണ കമ്മിറ്റിയിലെ പ്രധാന അംഗങ്ങൾ. ആകെ എത്ര അംഗങ്ങളായിരുന്നു ദേശീയ ആസൂത്രണ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 പേരാണ് ദേശീയ ആസൂത്രണ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. ഇനി എന്തായിരുന്നു ദേശീയ ആസൂത്രണ സമിതിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യവസായങ്ങളുടെ പുരോഗതിയായിരുന്നു ദേശീയ ആസൂത്രണ സമിതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കേന്ദ്ര മന്ത്രിസഭ ഒരു പ്രമേയത്തിലൂടെ ആസൂത്രണ കമ്മീഷന് രൂപം നൽകിയ വർഷമാണ് 1950 മാർച്ച് 15. നാഷണൽ പ്ലാനിംഗ് നിലവിൽ നീതി ആയോഗായി മാറിയതെന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ നീതി ആയോഗ് എന്ന പേരിലേക്ക് മാറിയത് മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. 2015 ജനുവരി 1 നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ നീതി ആയോഗ് എന്ന പേരിലേക്ക് മാറിയത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നതാണ് നീതി ആയോഗിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഒത്തിരി തവണ എന്ത് ചെയ്തേണ്ട PSC ചോദിച്ചേക്കുന്നതുമാണ്. എന്നാണ് നീതി ആയോഗ് എന്ന പേരിലേക്ക് മാറിയത്? 2015 ജനുവരി 1. ദേശീയ ആസൂത്രണ സമിതിയുടെ പ്രഥമ അധ്യക്ഷനായിരുന്നു ജവഹർലാൽ നെഹ്റു. ദേശീയ ആസൂത്രണ സമിതിയുടെ പ്രഥമ അധ്യക്ഷനാണ് ജവഹർലാൽ നെഹ്റു. ഇനി ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അത് M വിശ്വേശ്വര അയ്യയാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയ വ്യക്തിയാണ് M വിശ്വേശ്വരയ്യ. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും M വിശ്വേശ്വരയ്യയാണ്. ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ എന്ന വിഖ്യാത ഗ്രന്ഥം അതായത് നിലവിൽ ഈ പറയുന്നത് ഇന്ത്യയുടെ ആസൂത്രിത വ്യവസ്ഥ എന്ന വിഖ്യാത ഗ്രന്ഥം ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെയാണ്? ഇത് M വിശ്വേശ്വരയ്യ രചിച്ചതാണ്. ആസൂത്രിത സമ്പദ് വ്യവസ്ഥയുടെ വിഖ്യാത ഗ്രന്ഥം രചിച്ചത് M വിശ്വേശ്വര അയ്യ. ഓക്കെ, അതിൻ്റെ ഇംഗ്ലീഷ് ആണ് പ്ലാൻഡ് എക്കോണമി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാൻഡ് എക്കോണമി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ, പ്ലാൻഡ് ഇക്കോണമി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ എന്ന വിഖ്യാത ഗ്രന്ഥം രചിച്ചത് M വിശ്വേശ്വരയ്യ. സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി വ്യാവസായിക നയം രൂപീകരിച്ച വർഷം 1948 ആണ്. ആസൂത്രണത്തിലൂടെ ഇന്ത്യയുടെ വികസനം എന്ന ലക്ഷ്യത്തിന് കരുത്തേകിയത് 1948 വ്യാവസായിക നയമാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ആസൂത്രണത്തിലൂടെ ഇന്ത്യയുടെ വികസനം എന്ന ലക്ഷ്യത്തിന് കരുത്തേകിയത് 48 വ്യാവസായിക നയമാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് ഓപ്ഷനിൽ ഒന്നാണ്
മൗലാന അബ്ദുൽ കലാം ആസാദ്. ഒത്തിരി തവണ PSC ചോദിച്ചതാണ്. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ആത്മകഥ ഏതാന്ന് ചോദിച്ചാൽ ഇന്ത്യ വിൻസ് ഫ്രീഡമാണ് മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ആത്മകഥ ഏതാന്ന് ചോദിച്ചാൽ ഇന്ത്യ വിൻസ് ഫ്രീഡം. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യ വിൻസ് ഫ്രീഡം ആണ് മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ആത്മകഥ എന്ന് പറയുന്നത്. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ കത്തുകളുടെ സമാഹാരമാണ് ഖുബാർ ഇ ഖാദിർ എന്ന് പറയുന്നത്. ഖുബാർ ഇ ഖാദിർ ആണ് മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ കത്തുകളുടെ സമാഹാരം. ഇനി ലാസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ബാലഗംഗാധര തിലകിനെയാണ്. തിലകൻ ബർമയിലെ മണ്ടേല ജയിലിൽ വെച്ച് രചിച്ച മറാഠി കൃതി ഏതാന്ന് ചോദിച്ചാൽ അതാണ് ഗീതാ രഹസ്യം എന്ന് പറയുന്നത്. അപ്പോൾ തിലകൻ ബർമയിലെ മണ്ടേല ജയിലിൽ വെച്ച് രചിച്ച മറാഠി കൃതിയായിരുന്നു ഏതെന്ന് പറയുന്നത് ഗീതാ രഹസ്യം. അപ്പോൾ ഗീതാ രഹസ്യം എന്ന് പറയുന്നത് ആരുടെ കൃതിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ കൃതിയാണ്? നമ്മുടെ തിലകന്റെ, അതായത് ബാലഗംഗാധര തിലകിന്റെ കൃതിയാണ് ഏതെന്ന് പറയുന്നത് ഗീതാ രഹസ്യം എന്ന് പറയുന്നത്. ദ ആർട്ടിക് ഹോം ഇൻ വേദാസ് എന്ന കൃതി രചിച്ചതും ബാലഗംഗാധര തിലകാണ്. ദ ആർട്ടിക് ഹോം ഇൻ വേദാസ്, ദ ആർട്ടിക് ഹോം ഇൻ വേദാസ് എന്ന കൃതി രചിച്ചതും ബാലഗംഗാധര തിലകാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ദിവസത്തെ സാമ്പിൾ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് ഈ പറയുന്ന ഓരോ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളും 4 ഓപ്ഷൻ സഹിതം പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഉള്ളതാണ് കാണിച്ചു തന്നത്. അപ്പോൾ ഇതേപോലെ ഓരോന്നിൻ്റെയും ചിത്രങ്ങൾ ഉൾപ്പെടെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടെ നമ്മൾ സെറ്റായിട്ടാണ് പഠിച്ചു പോകുന്നത്. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടും നമ്മൾ എന്ത് ചെയ്യും? ഈ പറയുന്ന വരുന്ന എല്ലാ എക്സാമുകളുടെയും ആദ്യത്തെ റാങ്കുകളിലേക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നതായിരിക്കും. അപ്പോൾ എന്നാൽ കഴിയുന്ന മാക്സിമം സപ്പോർട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിഗ്രി പ്രിലിംസിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒത്തിരി ഉദ്യോഗാർത്ഥികളുണ്ട്. അവർക്കൊക്കെ കാശില്ലാത്തതുകൊണ്ട് മാത്രം ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാനോ അതേപോലെ തന്നെ എന്താണ് വേറെ ഏതെങ്കിലും സെൻറ്ററുകളിൽ പോയി പഠിക്കാനൊന്നും പറ്റാത്ത ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവരിലേക്കും എന്ത് ചെയ്യുക? നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അവരും എന്ത് ചെയ്യട്ടെ? ഇതേപോലെ തന്നെ ഇന്ന് നന്നായിട്ട് പഠിക്കാനായിട്ട് അവർക്കും പറ്റട്ടെ. അപ്പോൾ ഈ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത്, കാരണം ഇനിയും നമുക്ക് ഇതേപോലുള്ള ഓരോ ദിവസവും ഓരോ ചോദ്യ പേപ്പറുകൾ എടുത്ത് അതിൻ്റെ 4 ഓപ്ഷനുകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി പഠിപ്പിച്ച് സെറ്റാക്കിയിട്ട് മാത്രമാണ് നമ്മൾ പോകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ എന്താണ് ഓരോന്നും എടുത്ത് പഠിച്ച് നമുക്ക് പോകാം. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, PYQ ഡിസ്കഷൻ 2022 to 2025 വരെയുള്ള ചോദ്യ പേപ്പറുകൾ ഏകദേശം 35 PYQ ആണ് നമുക്ക് ചെയ്ത് തീർക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതേപോലത്തുള്ള PYQ ഡിസ്കഷൻ നമുക്ക് വേണമെങ്കിൽ താഴെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത്. അതിനുശേഷം തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന ഹോട്ട് ടോപ്പിക്സ് ഏകദേശം എത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും? അടുത്ത ദിവസം തന്നെ ഇതിൻ്റെ നിലവിൽ 1 മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൂടാൻ തയ്യാറുള്ളവരൊക്കെ എന്ത് ചെയ്തോ? എത്രയും പെട്ടെന്ന് കൂടിക്കോ. തീർച്ചയായിട്ടും 2025 നിങ്ങളുടെ വർഷമാക്കി മാറ്റിയിരിക്കും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്ത് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കമൻസ് ഉണ്ടെങ്കിലും താഴെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമൻറ്റ് ചെയ്യാം. ഓരോ കമൻറ്റും നിങ്ങളുടെ അടുത്ത് ഞാൻ എന്ത് ചെയ്യാറുണ്ട്? അയക്കുന്ന എല്ലാ കമൻസിനും ഞാൻ റിപ്ലൈ തരാറുണ്ട്. ഇത് ഞാനും നിങ്ങളും തമ്മിലുള്ള എന്താണ് ഒരു പരീക്ഷണം അല്ലെങ്കിൽ എന്താണ് പരീക്ഷ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഉറപ്പായിട്ടും എന്ത് ചെയ്യേണ്ടി വരും? ഈ ഒരു നമ്മുടെ എന്താണ് ഈ ഒരു മിഷനിൽ നമുക്ക് വിജയിച്ചേ പറ്റത്തുള്ളൂ. നിങ്ങളുടെ കൂടെ ഞാൻ കട്ടയ്ക്ക് തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക? മാക്സിമം അടിപൊളിയായിട്ട് തന്നെ പഠിച്ചു പോകാം. അപ്പോൾ എന്ത് ചെയ്യുക? ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക. അതേപോലെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്തോ. അതേപോലെ ഇത് ക്ലാസ്സിൻ്റെ ഈ ജസ്റ്റ് ഒരു സാമ്പിൾ വീഡിയോസും ഇതിൻ്റെ നിലവിലത്തെ നോട്ടും ഞാൻ എന്ത് ചെയ്യാം? ടെലഗ്രാമിൽ ഇട്ടേക്കാം. ബാക്കിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കിടിലമായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകാം. അപ്പോൾ ഈ PYQ ഓരോന്നും എന്ത് ചെയ്യണം? നമുക്ക് സെറ്റായിട്ട് തന്നെ പഠിച്ചു പോകണം. അതിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ പറയുന്ന ഹോട്ട് ടോപ്പിക്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? മിഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ. താങ്ക് യു.